Hello students, welcome back to Excel My Learning. നമ്മൾ ഇന്ന് നമ്പർ പ്ലേ എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ സപ്പോസ് ഞാൻ 10/2 എന്ന് ചെയ്യാണ്. ഓക്കെ, 10നെ കൊണ്ട് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക. എങ്ങനെ 10/2 നമുക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ 100/10 100 ഡിവൈഡഡ് ബൈ 10 നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 10 എന്താണ് 100 10 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ജസ്റ്റ് ബൈ ലുക്കിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് 100 10 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ് 21 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? 21 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? യെസ്, നമുക്ക് ഈസിയാണ്. ആലോചിച്ച് നോക്കിയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 21 എന്താണ് 3 × 7 ആണ്. അപ്പോൾ 21 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഇനി ഞാൻ ഒരു വലിയ നമ്പർ ചോദിച്ചു, ഒരു 986 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ലെങ്കിൽ 986 6 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ലെങ്കിൽ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബുക്കിൽ എഴുതി നോക്കേണ്ടി വരും അല്ലേ, ഇത് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. പക്ഷെ അങ്ങനെ എഴുതി നോക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ 8th സ്റ്റുഡൻസിന് മാത്രമല്ല, മാത്സ് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻസിനും വളരെയധികം ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. സോ എല്ലാവരും വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. ഈ ഒരു വീഡിയോയിലൂടെ 2 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, യെസ്, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് കുറച്ച് ഒരേപോലെ നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ നോക്കാം, 2 and 5 and 10 ഈ നമ്പേഴ്സ് ഒക്കെ ഞാൻ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ, ഈ 2 5 10 എന്നുള്ള ഈ 3 നമ്പേഴ്സ് നമുക്ക് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരു നമ്പർ തന്നു, വലിയൊരു നമ്പർ തന്നു. ആ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ 10 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ ആ വലിയ നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഈസി ആയിട്ട് മനസ്സിലാവും 2 കൊണ്ടും 5 കൊണ്ടും 10 കൊണ്ടും ഡിവിസിബിൾ ആണോ എന്ന് മനസ്സിലാവും. 2 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതൊരു ഈവൻ നമ്പർ ആണോ നോക്കിയാൽ മതി. ഈവൻ നമ്പർ ആണെങ്കിൽ എന്തായാലും അതെന്തായിരിക്കും 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്പർ മസ്റ്റ് എൻഡ് ഇൻ ആൻ ഈവൻ ഡിജിറ്റ്. ആ ഒരു ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ഡിജിറ്റ് ആണെങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 346 എന്തായാലും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം എന്താ, ലാസ്റ്റ് ഉള്ളത് എന്താ, ഈവൻ ഡിജിറ്റ് ആണ്. അല്ലെങ്കിൽ 346 ഒരു ഈവൻ നമ്പർ ആണ്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 5 ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. അവിടെ എന്താണ് 0 അല്ലെങ്കിൽ 5, ലാസ്റ്റ് ഡിജിറ്റിൽ 0 അല്ലെങ്കിൽ 5 മാത്രമാണെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാം, അതൊരു 0 കൊണ്ടും അല്ലെങ്കിൽ എന്താണ് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും. ഇപ്പോൾ 895 എന്നുള്ള നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ബൈ ലുക്കിംഗ് എന്ത് പറയാൻ പറ്റും, 895 ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, എൻ്റെ ചെയ്യുന്ന ഡിജിറ്റ് നിങ്ങൾ നോക്ക്, ഏതാണ് 5 ആണ്. ഇനി എൻ്റെ ചെയ്യുന്ന ഡിജിറ്റ് 0 ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും. ഇപ്പോൾ 10 നോക്കാം, 10 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 100 എന്താണ് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 0ൽ എൻ്റെ ചെയ്യുന്ന നമ്പർ ആണെങ്കിലും എന്താണെന്ന് പറയാൻ പറ്റും, 5 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി റൂൾ ഫോർ 10 എന്ന് പറയുന്നത് എന്താ, വളരെ ഈസി ആയിട്ടുള്ള ഒരു റൂളാണ്. എൻ്റെ ചെയ്യുന്ന ഡിജിറ്റ് 0 ആണോ എന്ന് നോക്കിയാൽ മതി. 0 ആണെങ്കിൽ ആ നമ്പർ 10 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 5 10 ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡിവിസിബിലിറ്റീസ് ആണ് ഈ നമ്പേഴ്സിൻ്റെത്. അടുത്ത ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം. അടുത്തത് ഏതാണ്, 4 and 8 ആണ് അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ 4ൻ്റെയും 8ൻ്റെയും ഡിവിസിബിലിറ്റി, ഇപ്പോൾ ഒരു വലിയ നമ്പർ തന്നിട്ട് അത് 4 കൊണ്ടും 8 കൊണ്ടും ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 4ൻ്റെ കേസിൽ നിങ്ങൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കാം. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കിയിട്ട് ആ 2 ഡിജിറ്റ്സ് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 3516 അല്ലെങ്കിൽ 3516 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഈ അവസാനത്തെ 2 ഡിജിറ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 1 and 6 അല്ലെങ്കിൽ 16 ആണ്. ആ 16 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈസി അല്ലേ? 16 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. വി നോ 4 സ്ക്വയർ ആണ് 16 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ 3516 എന്നുള്ള നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് മനസ്സിലായി. അതേപോലെ നമ്മൾ 8ന്റെ കേസ് നോക്കുകയാണെങ്കിലോ, 4ന്റെ കേസിൽ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് നോക്കിയെങ്കിൽ 8ന്റെ കേസിൽ ലാസ്റ്റത്തെ 3 ഡിജിറ്റ് നോക്കിയാൽ മതി. 8ന്റെ കേസിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് ഏതാന്ന് നോക്കാം. ഇവിടെ നോക്കാം, എക്സാമ്പിൾസ് 7120 അതിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് ഏതാ, 120. ആ 120 8ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, അല്ലെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ 120/8 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, 15. അപ്പോൾ 120 8നെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ 7120 എന്നുള്ള നമ്പർ എന്താണ്, അതൊരു 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക ആരുടെ കേസിൽ, 4ന്റെ കേസിൽ. ആ 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ എന്താവാം 2 സീറോസ് ആവാം. അപ്പോൾ 100 നിങ്ങൾ നോക്ക്, 100ൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാ, 0 ആണ്. സോ അതെന്താണ്, 100 ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 8ന്റെ കേസിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സിൽ 0 വന്നു. 1000 നോക്കാം, 1000 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1000 ആണെങ്കിലും, അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ആണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ആണെങ്കിലും നമുക്ക് പറയാം തന്നിരിക്കുന്ന നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു, 2, 5, 8 ആദ്യം നമ്മൾ കണ്ടു, 2, 5, 10 ആദ്യം കണ്ടു. ഇപ്പോൾ 4ഉം 8ഉം കണ്ടു. അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാ, യെസ് 4ഉം 8ഉം കണ്ടു. റൂൾ ഫോർ 3 and 9. 3ഉം 9ഉം നമുക്ക് ഒരേപോലെ ഒരു ടൈപ്പ് ഓഫ് സെയിം രീതിയിലാണ് നമ്മൾ അത് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. 3ന്റെയും 9ന്റെയും കേസിൽ, 3ന്റെ കേസിൽ വളരെ ഈസിയാണ്. നമുക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ. 3ന്റെയും 9ന്റെയും കേസിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിനെ എന്ത് ചെയ്താൽ മതി, അതിലെ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാം. ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് ആ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മ് 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, തന്നിരിക്കുന്ന നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന സം എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, തന്നിരിക്കുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈസി അല്ലേ. ഇവിടെ നോക്കാം, സം ഓഫ് ഡിജിറ്റ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, ദ എൻറ്റയർ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 483. 483ലെ നമുക്ക് നോക്കാം, ആ ഡിജിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ആഡ് ചെയ്ത് നോക്കാം. ഈ 483ലെ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്, 4ഉം 8ഉം 3യുമാണ്. 4 + 8 എത്രയാ, 4 + 8 12 ആണ്. 12 + 3 എത്രയാ, 15 ആണ്. അപ്പോൾ 15 എന്ന് കിട്ടും. ഇതിലെ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. 15 എന്താണ്, 15 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 5 × 3 ആണ് 15. 15 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ 483യും എന്തായിരിക്കും, 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ, ഈസി. ഇനിയിപ്പോൾ ഞാൻ വേറെ ഒരു വലിയ നമ്പർ ചോദിക്കുകയാണ്, ഏതാണ്, 3915. 3915 ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ, ചെക്ക് ചെയ്ത് നോക്ക്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3യും 9ഉം എത്രയാ, 12. 12ഉം 1ഉം എത്രയാ, 12ഉം 1ഉം 13. 13ഉം 5ഉം 18 ആണ് ഇതിലെ ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത്. ഡിജിറ്റ്സിന്റെ സം 18 ആണ്. 18 എന്താണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ 3915 എന്ന് പറയുന്ന നമ്പർ എന്താണ്, എ മൾട്ടിപ്പിൾ ഓഫ് 3, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 3 എന്ന് പറയാം. ഓക്കെ, ഈസി അല്ലേ, ഈസിയാണ്. ഇനി 9ന്റെ കേസ് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഡിജിറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ഇവിടെ 8154 എന്നുള്ള നമ്പർ ഉണ്ട്, 8154. അതിൽ ഈ 8154 ഈ 4 ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 18 എന്ന് കിട്ടുന്നുണ്ട്. 18 എന്താണ്, എ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. ഓക്കെ, ഇവിടെ 9ന്റെ കേസിൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ 15 വന്നിട്ട് കാര്യമുണ്ടോ, ഇവിടെ നേരത്തെ പോലെ 15 സം ചെയ്യുമ്പോൾ നമുക്ക് 15 വന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്കിത് മൾട്ടിപ്പിൾ ഓഫ് 9 ആണെന്ന് പറയാൻ പറ്റൂല. ഈ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 9 ആണെന്ന് പറയാൻ പറ്റുമോ, 483 മൾട്ടിപ്പിൾ ഓഫ് 9 അല്ല, മൾട്ടിപ്പിൾ ഓഫ് 3 മാത്രമാണ്. കാരണം എന്താ, ഇവിടെ നമ്മൾ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ, ഡിജിറ്റ്സിന്റെ സമ്മ് കാണുമ്പോൾ എ മൾട്ടിപ്പിൾ ഓഫ് 9 നമുക്ക് കിട്ടണം. 18 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഡിവിസിബിൾ ബൈ 9 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം 3ന്റെയും 9ന്റെയും നമുക്ക് ഒരേപോലെ സെയിം മെത്തേഡിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, 3യും 9ഉം ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഏത് നോക്കാം, റൂൾ ഫോർ 6ന്റെ റൂളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു നമ്പർ തന്നിരിക്കുന്ന ഒരു നമ്പർ, സേ ഫോർ എക്സാമ്പിൾ 564. ഇതൊരു 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് നോക്കണം. എന്ത് ചെയ്യണം, എ നമ്പർ മസ്റ്റ് പാസ് ദ റൂൾ ഫോർ 2 ആൻഡ് ദ റൂൾ ഫോർ 3. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, കാരണം എന്താ, 2 × 3 ആണ് 6 അല്ലേ. 2 × 6 എന്ന് പറഞ്ഞാൽ എന്താ, 2 × 3 ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ 2 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ 2ന്റെ റൂള് പാസ് ചെയ്യണം, 3ന്റെ റൂളും പാസ് ചെയ്യണം. 2ന്റെ റൂൾ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈവൻ നമ്പർ ആയാൽ മതി അല്ലേ. 2 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഈവൻ നമ്പർ ആയാൽ മതി. ഇതെന്താണ്, ഈവൻ നമ്പർ ആണ്. യെസ്, ഇനി എന്താവണം, അത് 3ന്റെ റൂളും കൂടെ പാസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയാ, 6ഉം 4ഉം 10ഉം 5ഉം 15. അപ്പോൾ ഇതെന്താണ്, 2ന്റെ റൂളും പാസ് ചെയ്തു, 3ന്റെ റൂളും പാസ് ചെയ്തു. ദാറ്റ് മീൻസ് 564 is a multiple of 6, or we can say 564 is divisible by number 6 എന്ന് പറയാം. അത്രയേ ഉള്ളൂ, ഈസിയാണ്. ഓക്കെ, അപ്പോൾ
ഇത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2ഉം 3ഉം കോപ്രൈം ഫാക്ടേഴ്സ് ഓഫ് 6 ആണ്. അതുകൊണ്ടാണ് ഈ റൂള് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ അനദർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് 408. 408 എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ 2ന്റെ റൂള് പാസ് ചെയ്തു. ആൻഡ് 4 + 0 + 8 ചെയ്യുമ്പോൾ 12 കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 12 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 408 ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാം. അപ്പോൾ 6ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യെസ്, ഇനി എന്താണ് 7? യെസ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, എന്നാലും ഞാൻ പറയാണ് 7ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു നമ്പർ നിങ്ങൾക്ക് തന്നു. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ 1427. ഞാൻ ചുമ്മാ ഒരു നമ്പർ എടുക്കുകയാണ്, 1427. ഈ നമ്പർ എന്താണ് 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഈസിലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഏതാ? 343. 343 നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് ചെയ്യുക? ഡബിൾ ചെയ്യുക. ഓക്കെ, 343ന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 3 ആണ്. അപ്പോൾ 3നെ നിങ്ങൾ ഡബിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. എന്നിട്ട് അതിനെ ബാക്കിയുള്ള നമ്പറിന്ന് മൈനസ് ചെയ്യുക. അതായത് ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 34 ആണുള്ളത്. അപ്പോൾ ഈ 34ന്ന് ഈ 6 മൈനസ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്, സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദി റിമൈനിങ് ട്രങ്കേറ്റഡ് നമ്പർ. അതായത് ഈ 3നെ നമ്മൾ ആദ്യം ഡബിൾ ചെയ്തു, അത് അവിടെ എഴുതി. എന്നിട്ട് ബാക്കിയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? 34 ആണ്. 343ൽ 3 നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കി 34 അവിടെ ഉണ്ട്. അപ്പോൾ 34ന്ന് ഈ 6 നമ്മൾ മൈനസ് ചെയ്യും. ഇഫ് ദ റിസൾട്ട് ഈസ് 0 ഓർ ഡിവിസിബിൾ ബൈ 7. അപ്പോൾ 34 - 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 28 എന്ന് കിട്ടും. അപ്പോൾ ഈ 28 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കിട്ടുന്ന റിസൾട്ട്, ഇവിടെ ഇപ്പോൾ 0 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 7 ആയിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ദ ഒറിജിനൽ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ഇവിടെ 28 കിട്ടി. 28 എന്ന് പറഞ്ഞാൽ എന്താ? 4 × 7 ആണ്. 4 × 7 ആണ്. അപ്പോൾ ഇതൊരു 28 എന്ന് പറയുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണ്. സോ വി ക്യാൻ സേ 343 ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് 3 ഡിജിറ്റുള്ള കേസാണ്. ഇവിടെ ഇപ്പോൾ 4 ഡിജിറ്റുള്ള കേസാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ലാസ്റ്റ് ഡിജിറ്റ് ഡബിൾ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 14 കിട്ടും. ആ 14 എന്ത് ചെയ്യുക? 142 മൈനസ് ചെയ്യുക. 142 - 14 ചെയ്യുക. 142 14 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 128 എന്ന് കിട്ടും. 128. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? 128 എന്ന് കിട്ടും. എഗെയിൻ ഇതിലെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിനെ ഡബിൾ ചെയ്യുക. 16. ഈ 16 എന്തെന്നാ മൈനസ് ചെയ്യേണ്ടത്? യെസ്, 16 12 എന്ന് മൈനസ് ചെയ്യുക. നെഗറ്റീവിലേക്ക് പോകും. ഓക്കെ, -4 എന്ന് വരും. പക്ഷെ അതെന്തല്ല, ഒരു മൾട്ടിപ്പിൾ ഓഫ് 7 അല്ല നമുക്ക് കിട്ടുന്നത്, അല്ലേ? 7ന്റെ മൾട്ടിപ്പിൾ അല്ല നമുക്ക് അവിടെ കിട്ടുക. സോ ദിസ് നമ്പർ 1427 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 7, അല്ലെങ്കിൽ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 7ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഏതാണുള്ളത്? ജസ്റ്റ് 11ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. 11ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള റൂളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഓഡ് പൊസിഷൻസ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഈവൻ പൊസിഷൻസ്, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സംസ്. ഓക്കെ, ഇഫ് ദ ഡിഫറൻസ് ഈസ് 0 ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 11, ദ നമ്പർ ഈസ് ഡിവിസിബിൾ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറയാം. 121 എന്നുള്ള നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ? നമുക്കറിയാം 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. 11ന്റെ സ്ക്വയർ ആണ് 121 നമുക്കറിയാം. പക്ഷെ നമുക്ക് ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതെന്താ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ സംസ് ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഓഡ് പൊസിഷൻസ്. ഓഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റിലുള്ളതും, യെസ്, ഇവിടെ ഈ 1ഉം ഈ 1ഉം ആണ് ഓഡ് പൊസിഷനിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ സം എന്താ? 1 + 1 = 2. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദി സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ദി ഈവൻ പൊസിഷൻസ്. ഈവൻ പൊസിഷൻസിലുള്ള ഡിജിറ്റ്സിന്റെ സം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈവൻ പൊസിഷനിലുള്ളത് 2 ആണ്. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് കാണാം. അതായത് ഈ 2 ഈ 2 മൈനസ് ചെയ്യാം. 2 - 2 = 0 എന്ന് കിട്ടും. എന്നിട്ട് ആ ഡിഫറൻസ് 0 ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 11 ആണെങ്കിൽ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 എന്നാ പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പോൾ നമുക്ക് 0 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 121 ഈസ് ഡിവിസിബിൾ ബൈ 11. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 61809 എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിനോ ഏതാണ്? ആദ്യം നമ്മൾ ഓഡ് പൊസിഷൻസിലുള്ള, ഓഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓഡ് പൊസിഷനിൽ ഇവിടെ ഈ 3 നമ്പേഴ്സ് അല്ലേ? 6, 8, 9. 6 + 8 + 9 ആ സമ്മ് നമ്മൾ ആദ്യം കാണാം. എത്ര കിട്ടും? 9 + 6 15. 15 + 8 23 എന്ന് കിട്ടും. 23. അപ്പോൾ ഓഡ് പൊസിഷൻസിലുള്ള ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 23 എന്ന് കിട്ടി. ഈവൻ പൊസിഷൻസിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാ? 1 and 0. അപ്പോൾ 1 + 0 ഈവൻ ഡിജിറ്റ്സിലുള്ള
ഡിജിറ്റ്സിന്റെ സം ഈവൻ പൊസിഷനിലുള്ള ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 1 + 0 1 ആണ്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ 23 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 22. ഓക്കെ 22 എന്താണ് ഡിവിസിബിൾ ബൈ 11 ആണോ? 22 എന്ന് പറയുന്നത് 2 × 11 ആണ് വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 11. 22 ഡിവിസിബിൾ ബൈ 11 ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് നമ്പർ 61809 എന്ന് പറയുന്നത് എന്താണ് 61,809 എന്ന് പറയുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 11 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സിൻസ് 22 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11. സോ നമ്മൾ എന്ത് കണ്ടു 2ൻ്റെത് കണ്ടു. ആദ്യം നമ്മൾ ചെയ്ത ഗ്രൂപ്പ് ഏതായിരുന്നു 2, 5, 10 നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് 4ൻ്റെയും 8ൻ്റെയും നമ്മൾ കണ്ടു. പിന്നെ അത് കഴിഞ്ഞു 3ഉം 9ഉം കണ്ടു. പിന്നെ ഇപ്പോൾ 7 and 11 നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ 2 to 11 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നമ്പർ തന്നിട്ട് അത് 7ന്റെ മൾട്ടിപ്പിൾ ആണോ 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ ചെയ്യാമെന്ന് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ബാക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഏത് ഡിവിസിബിലിറ്റിയിലാണ് കൺഫ്യൂഷൻ ഉള്ളത് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഓക്കെ ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറം കൂടെ നോക്കാം. LCM divisibility rule. അതായത് if A is divisible by K and A is also divisible by M, then A is divisible by the LCM of K and M എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നമ്പർ K എന്നുള്ള നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണ്, അതേപോലെ തന്നെ ആ സെയിം നമ്പർ M എന്നുള്ള നമ്പറുമായിട്ടും ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ എന്തായിരിക്കും divisible by the LCM of K and M ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 120 എന്നുള്ള നമ്പറാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് 120 ഇപ്പം 3 അല്ലെങ്കിൽ എന്താ പറയുക 124ൻ്റെ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. ഓക്കെ 124 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. യെസ് 124 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണ്. കാരണം ലാസ്റ്റ് രണ്ട് നമ്പേഴ്സ് എന്താ 20 ആണ്, 20 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 4 കൊണ്ട് 120 ഡിവിസിബിൾ ആണ്. ഓക്കെ ഇനി അടുത്തൊരു നമ്പർ 6 കൊണ്ട് 120 ഡിവിസിബിൾ ആണോ? 6 കൊണ്ട് 120 ഡിവിസിബിൾ ആണോ? 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ എന്താ പറഞ്ഞത് ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. യെസ് 120 ഈവൻ നമ്പർ ആണ്. പിന്നെ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക 1 + 2 + 0 ആ ഡിജിറ്റ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. 1 + 2 + 0 ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ദിസ് ഇസ് എ 120 ഈസ് ഡിവിസിബിൾ ബൈ 6. ഇങ്ങനെയൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ നമ്പർ ആണ്. 120 ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. 4 കൊണ്ടും 6 കൊണ്ടും ഡിവിസിബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോൾ റൂൾസ് പഠിച്ചതുകൊണ്ട് ഞാൻ ആ റൂൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇനി എന്ത് ചെയ്യാം 4 കൊണ്ടും 6 കൊണ്ടും 120നെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അങ്ങനെയാണെങ്കിൽ 120 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ ദി LCM ഓഫ് 4 and 6 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. LCM ഓഫ് 4 and 6 എത്രയാ? നമുക്കറിയാം 4ൻ്റെയും 6ൻ്റെയും LCM എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 120 എന്ന് പറയുന്ന നമ്പർ 4 കൊണ്ടും ഡിവിസിബിൾ ആണ്, 6 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യെസ് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അപ്പം യെസ് അത് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. യെസ് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അൻഷു ആൻഡ് പ്രിയ ആർ ഡിറ്റക്റ്റീവ് സോൾവിങ് എ നമ്പർ മിസ്റ്ററി. ദേ ഫൈൻഡ് എ നമ്പർ 672 ആൻഡ് നീഡ് ടു ഡിറ്റർമൈൻ if it's divisible by 2, 3, 4, 6, 8 and 9 without performing division. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ഡിവിസിബിലിറ്റി റൂൾസ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു 672 എന്നുള്ള നമ്പറിനെ 672 യെസ് ആ നമ്പറിനെ ഏതൊക്കെ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 672 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം, അതേപോലെ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യണം, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, യെസ് 9 ഉണ്ട്. ഓക്കെ 2, 3, 4, 6, 8, 9 ഈ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു 672 എന്നുള്ള നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഈസി ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി, ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. ഈവൻ നമ്പർ ആണ്, അപ്പോൾ ഇതൊരു ഈവൻ നമ്പർ ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? എന്ത് ചെയ്യണം 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ ആ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കുക. 6 + 7 + 2 6 + 7 + 2 which is equal to 6 + 2 എത്രയാ 8, 8 + 7 15 which is a multiple of 3 അല്ലേ, which is a multiple of 3. ഞാൻ multiple of 3 എന്ന് പറയുന്നതിന് പകരം m of 3 എന്ന് എഴുതുന്നുണ്ട്. multiple of 3 ആണ്. സോ this is also a എന്താണ് 3 കൊണ്ട് ഡിവിസിബിൾ ആണ് 672. യെസ് ഇനി 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? 4 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഏതാ 72
2 ആണ്. 72 4 എന്താണ് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യുക. 72 എന്താണ് 72 4 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലേ. 72 നിങ്ങൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം എന്താ, ദിസ് ഇസ് 1 ആൻഡ് യെസ് സോറി 4 യെസ് 32 ഈസ് 8 യെസ്. അപ്പം 72 ഈസ് ഡിവിസിബിൾ ബൈ 4 അല്ലെങ്കിൽ 72 ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ വി ക്യാൻ സേ 672 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാം. യെസ്. ഇനി 6 കൊണ്ട് മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈവൻ നമ്പർ ആണ്. 3 കൊണ്ട് മൾട്ടിപ്പിൾ ആണോ? യെസ്. അപ്പൊ 2ന്റെ റൂളും 3ന്റെ റൂളും ഓൾറെഡി പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വി ക്യാൻ സേ 672 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ഓർ വി ക്യാൻ സേ 672 ഈസ് ഡിവിസിബിൾ ബൈ 6. ഇനി 8ന്റെ കേസ് നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞത്? 8ന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കുക. ആ 3 ഡിജിറ്റ്സ് 8ന്റെ എന്താണ് മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ദിസ് ഇസ് ഡിവിസിബിൾ ബൈ 8 എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതും എന്ത് തന്നെയാണ് 8 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ ഡിജിറ്റ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15 എന്നാ കിട്ടിയത്. 15 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് 672 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. യെസ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് കൂടുതൽ കുറേ നമ്പേഴ്സ് നിങ്ങൾ തന്നെ സ്വയം നമ്പേഴ്സ് എഴുതി നോക്കുക. എന്നിട്ട് അത് ഈ നമ്പേഴ്സ് ഒക്കെ ഈ 2 മുതൽ 11 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സ്വന്തം എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് നോക്കുക. ഓക്കെ. സോ ഇപ്പോൾ കുറേ കുട്ടികൾ കൺഫ്യൂഷൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ഡിവിസിബിലിറ്റി ചെക്കിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ ടോപ്പിക്സിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ ടോപ്പിക്സ് കമൻറ്റ് ചെയ്യുക. ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ.